ശബരിമല വിഷയം ആദ്യം നടക്കുന്ന ഘട്ടത്തിൽ അതിൽ വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ഗുണഭോക്താവായി മാറിയത് UDF ആയിരുന്നു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ. ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു വലിയ വിഷയമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവായി പൂർണ്ണാർത്ഥത്തിൽ മാറാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്ന തോന്നൽ ഉണ്ടാവുന്നുണ്ടോ? സംസ്ഥാനം മുഴുവൻ ചർച്ചയാവുന്നുണ്ടെങ്കിലും പന്തളത്തൊന്നും അത് കാര്യമായി എഫക്റ്റ് ചെയ്യുന്നില്ല. മറ്റൊന്ന്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം സജീവ ചർച്ചയാക്കാൻ BJPക്ക് കഴിയുന്നില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അന്തിമഘട്ടത്തിൽ പോലും BJPക്ക് അകത്തുയർന്നിരുന്ന പരാതിയായിരുന്നല്ലോ ശ്രീ VS ജിതിൻദേവ്. രജീഷേ, ഇവിടെ പന്തളം മുനിസിപ്പാലിറ്റി മാറ്റി നിർത്തിയാൽ BJP മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്ന മറ്റ് സ്ഥലങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആ വിശ്വാസ സമൂഹത്തിന് ഉണ്ടായ വേദനയ്ക്കെതിരെ അവരെ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. എന്താണ് പിന്നെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. BJP ജയിക്കാത്ത പാർട്ടിയാണ്, BJP വർഗീയ പാർട്ടിയാണ്. ഈ രണ്ട് നറേറ്റീവ് ജനങ്ങളിൽ നിന്ന് മാറി തുടങ്ങിയിരിക്കുന്ന ലക്ഷണങ്ങളാണ് പല ന്യൂനപക്ഷ മേഖലകളിലും മുനമ്പം ഉൾപ്പെടെ BJP ഉണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റം. ഇവരുടെ നേതാക്കന്മാരുടെയൊക്കെ വാർഡുകൾ നിങ്ങളെടുത്ത് പരിശോധിക്കണം. ഈ രണ്ട് പാർട്ടിയുടെ നേതാക്കന്മാരുടെയൊക്കെ വാർഡുകളിലും പഞ്ചായത്തുകളിലും ഒക്കെ ഭരിക്കാൻ പോകുന്നത് BJP ആണ്. പല വാർഡുകളിലും പല നേതാക്കന്മാരുടെ പല വാർഡുകളും BJP സ്വന്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് BJP ജയിക്കത്തില്ല, BJP ഒരു വർഗീയ കക്ഷിയാണ് എന്നുള്ള ഈ ഇവരുടെ നറേറ്റീവ്, ഈ ഇന്ത്യ സഖ്യത്തിന്റെ നറേറ്റീവിനെ ജനങ്ങൾ തിരസ്കരിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ അത് കൃത്യമായി വ്യക്തമാകും. നോക്കൂ, അങ്ങ് അബിനോട് ചോദിച്ചു പാലക്കാട് MLA സംബന്ധിച്ച്. പാലക്കാട് MLA ചർച്ചയാകാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. പാലക്കാട് MLA ധൈര്യമുണ്ടോ അബിനെ, നിങ്ങളുടെ പാർട്ടിക്ക് പാലക്കാട് MLAക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സീറ്റ് കൊടുത്ത് പാലക്കാട് മത്സരിപ്പിക്കാൻ? നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എടുത്ത നിലപാടിനെ ജനങ്ങൾ കൈനീട്ടി സ്വീകരിച്ചത്. പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലായിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ അണികൾക്ക് മനസ്സിലാവുന്നില്ല? വീണ്ടും അവര് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയല്ലേ? നിങ്ങളുടെ അണികളെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും സാധിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗിമിക്സ് നിലപാടുകൾ ജനങ്ങൾ തിരിച്ചറിയും. ഇതുണ്ടായ ഒരു താൽക്കാലിക വിജയം മാത്രമാണ് UDFന്റേത്. ഇത് BJPയുടെ വിജയമാണ്. BJP തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ നേടിയിരിക്കുന്ന ചരിത്ര വിജയം ജനങ്ങൾക്കും ഞങ്ങൾക്കും തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഇനി BJPയുടെ കാലമാണ്, താമരക്കാലമാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.